അപ്പോൾ പഴയങ്ങാടിയിൽ നിന്ന് എട്ടിക്കുളത്തേക്ക് പോകുമ്പോൾ അന്ന് പാലക്കോട് ഈ ഒരു ബോഡി ഞാൻ ശ്രദ്ധിക്കുന്നത് എവിടെയോ കേട്ട പേരാന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് മീൻകടയും കൂടി കണ്ടു. അപ്പം എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഇതിൻ്റെ അടുത്തടി ഒരു ഹാർബർ ഉണ്ടെന്ന് കുറേ ആൾക്കാർ പറയുന്നത് കേട്ടി. നേരെ വെച്ച് പിടിച്ചു ഹാർബറിലേക്ക്. അവിടെ കുറേ ബോട്ടെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിന്. പിന്നെ എല്ലാവരും പോലെ ഞാനും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബോട്ട് അങ്ങോട്ടേക്ക് കരക്കടിപ്പിക്കുന്നുണ്ട്. ബോട്ടിൽ നോക്കുമ്പോൾ നിറച്ചുള്ളത് നല്ല മത്തിയാണ്. മത്തീരെ ചാകരയാന്ന് അടി ലെവലിൽ വിളിച്ചു പറയുമ്പോൾ നിനക്ക് കാര്യം മനസ്സിലായിന്. പിന്നെ അവർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ കണ്ടത് മൊത്തം ലേലം പുളിയും കാര്യങ്ങളൊക്കെയാണ്. ലേലം എന്ന് പറഞ്ഞാൽ തകൃതിയായ ലേലം നടക്കുന്നത്. എല്ലാം പെട്ടെന്ന് തന്നെ കാര്യം നടന്നിനി. എല്ലാം വണ്ടിയിലാക്കലും കൂട്ടയിൽ കൊണ്ടുവന്നിട്ടിടുന്നൊക്കെ പിടിയെന്നൊക്കെ കാര്യം നടക്കുന്നുണ്ടായിനി. മത്തിയൊക്കെ നിരത്തി വെച്ച് കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ ആടെ തന്നെ വിൽക്കുന്നതായിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ മംഗലാപുരത്തേക്ക് കയറ്റി വിടുന്നതാണ്. അതിനിടയിൽ നല്ലൊരു തെരണ്ടീനെ കിട്ടിയിട്ടുണ്ടായിന്. തെരണ്ടി മുതലാളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൾ മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ അടുത്ത് അവരൊപ്പമുള്ള ആൾക്കാരെല്ലാം കൂട്ടയിലും കൊട്ടയെല്ലാം വാരി കൂട്ടിയിട്ട് വെറുതെയും കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ വാരിക്കോരി വെറുതെ എല്ലാം കൊടുക്കുമ്പോൾ അത് നാട്ടിലില്ലേ മത്തിക്ക് 80 ഉറുപ്പ്യയും ഇവിടെ നമുക്ക് തന്നെ 30 ഉറുപ്പ്യക്കും മത്തി ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായത്. എന്തായാലും ഇവരെ ഈ കാണുന്നത്ര ഈസി ഒന്നല്ല ഇവരെ പണി. പ്രളയം വന്ന് കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയ സമയത്തും ഇവർ മാത്രമേ നമ്മളൊപ്പം ഉണ്ടായിട്ടു. അതുകൊണ്ട് കടലിൻ്റെ മക്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയും.